നെവിൻ ഷാനവാസ് പിടി വിഷയം ഇതുവരെ തീർന്നിട്ടില്ല. വീട്ടിനകത്ത് അത് കിടന്ന് പുകഞ്ഞ് കത്തുകയാണ്. ഇത് വീക്കെൻഡിനകത്ത് വന്ന് സംസാരിക്കാതെ പോയി ഇപ്പൊ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. കാരണം വീണ്ടും ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ നെവിൻ ഭയങ്കര ഓഫാണ്. നെവിൻ എന്നെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അക്ബറും ഷാനവാസും അനീഷും കൂടെ ആയിട്ട് ചെറിയ രീതിയിലുള്ള അടികൾ പൊട്ടുന്നുണ്ട്. ഷാനവാസും ബിന്നിയായിട്ട് നീ കുത്തിത്തിരി പല്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. വീടിനകത്ത് പൊതുവായിട്ടുള്ള ചർച്ച ഈ പറയുന്ന പോലെ നെവിൻ ഷാനവാസ് വിഷയം, ഓരോരുത്തർ എടുക്കുന്ന നിലപാടുകൾ, ഓരോരുത്തർ നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇത് തന്നെയാണ്. എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ പറയാം. രാവിലെ 8 മണി മുതൽ 10:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ഇന്ന് 8 മണിക്കുള്ള മോർണിംഗ് സോങ് ആ പാട്ടാണ്. എനിക്ക് നാക്ക് ശരിയാവൂല. നമ്മുടെ മല്ലു സിംഗിലെ പാട്ട് പഞ്ചാബി കണ്ടിടാം, ആ പാട്ടാണ്. മോർണിംഗ് തന്നെ നെവിൻ ഭയങ്കര ഡൗൺ ആണ്. കാരണം ഈ പറയുന്ന പോലെ ആര്യൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ആര്യ നീ ഈ ആഴ്ച എന്നെ നോമിനേറ്റ് ചെയ്യണം കേട്ടോ, കാരണം എന്നെ നോമിനേറ്റ് ചെയ്യേ. കാരണം നെവിൻ ഭയങ്കര ഡൗൺ ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റും നെവിൻ ഓക്കെ അല്ല. ഈ ഒരു വിഷയത്തിലായിരിക്കും. ഇതിനകത്തൊരു തീർപ്പ് വന്നിട്ടില്ലല്ലോ. പിന്നീട് എല്ലാവരും നൈസായിട്ട് ഫുഡൊക്കെ ഒന്ന് നേരത്തെ പ്രിപ്പയർ ആവുന്നു. ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അനീഷ് ഉണ്ട്, ഷാനവാസ്, അക്ബർ, ബിന്നി, ആര്യൻ, ഇവർ ഇത്രയും പേരോടെ കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ആര്യൻ ഈ പറയുന്ന പോലെ ഇവർ ഓരോരുത്തർ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും അനീഷ് ഞാൻ കള്ളം പറയാറേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, കള്ളം പറഞ്ഞില്ലേ അന്ന് ഇവിടെ കയറി വന്ന എൻട്രിയുടെ അന്ന് 3 മിനിറ്റ് അവിടെ പോയി ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നീട് ഞാൻ അറിഞ്ഞതേ ഇല്ല കണ്ടതേ ഇല്ലെന്ന് പറഞ്ഞതോ? അപ്പം അനീഷ് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അക്ബർ പറഞ്ഞു കള്ളത്തരമാണ്, നിങ്ങൾ പറയുന്ന മൊത്തം കള്ളത്തരം. അപ്പൊ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഷാനവാസ് അതെ ഓർമ്മയില്ലെന്നാണ് അനീഷ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ അക്ബറെ. അപ്പൊ അക്ബർ നിങ്ങളിപ്പോ എന്തായാലും അയാളുടെ കൂടെ നിൽക്കത്തുള്ളൂ, ഇങ്ങനെ നുണ പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് ഇതില്ലേ മിസ്റ്റർ എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ഞാൻ നുണ പറഞ്ഞിട്ടില്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാനവാസ് അനീഷ് വിട്, അവൻ്റെ പറഞ്ഞ അവൻ കേൾക്കൂല, സമ്മതിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും. അപ്പോൾ ഷാനവാസ് അക്ബറും കൂടെ ആയിട്ടൊരു ഇൻഡയറക്റ്റ് ഒരു കണക്ഷൻ വന്നല്ലോ. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണല്ലോ, നമ്മൾ കണ്ട് നിങ്ങൾ പറയുന്ന സത്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ അക്ബർ തട്ടിവിടുന്നു. എന്ത് വീക്കെൻഡ് ചർച്ചയായില്ലല്ലോ, എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് വല്ലതും ആയോ? ഒന്നും ആയില്ലല്ലോ എന്നിങ്ങനെ ഷാനവാസ് ചോദിച്ചിട്ട് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. ബിന്നി തൊട്ട് പിറകെ പാത്രം കഴുകാൻ പോകുന്നു. ബിന്നി ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കമന്റ് അടിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്താൽ കണ്ടു എന്നൊക്കെ. ബിന്നി ഡോക്ടറെ കുത്തിത്തിരിപ്പേ ബിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ, നോക്കിയിട്ട് പറ്റുന്നില്ലേ കുത്തിത്തിരിക്കാൻ? ഇവിടെ കണ്ടു, സ്ക്രൂ ഒക്കെ കയറ്റി നടന്നിട്ട് ഒന്നും നടക്കുന്നില്ലല്ലേ. അപ്പൊ ബിന്നിക്ക് എന്ത് നിങ്ങളെപ്പോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് പാട്ട് വരതെ അക്ബർ പാടുന്ന പാട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലേ മനുഷ്യ? നിങ്ങൾക്കൊന്നും പറയാനായിട്ടില്ലേ? ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു ബിന്നി അവിടെ നിന്ന് പോകുന്നു. നേരെ പോയി അഭിലാഷിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയി ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീടിനകത്ത് ഇത് തന്നെയാണ് ചർച്ച. ഈ പറയുന്ന പോലെ നെവിൻ ഷാനവാസ് വിഷയം അത് ആദില കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ ആദിലയും നൂറയും കൂടെ എങ്ങോട്ട് സൈഡിലായി? ഷാനവാസിന്റെ സൈഡിലായി. അപ്പൊ നെവിൻ പറയാണ് ഇവിടെ ആദിലയും നൂറയാണ് ഇവിടെ ഒട്ടും ശരിയല്ലാത്ത, കാരണം അവരിപ്പോ ഏത് നിലപാടാണ് എടുക്കുന്നത്? ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് മറിയും, അങ്ങനത്തെ ഒരു നിലപാടില്ല അവർ നിൽക്കുന്നത് നെവിൻ പറയുന്നു. ബിന്നി ഇതേ സമയം ജിഷ്ണയെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയുകയാണ് ഈ വീട്ടിനകത്ത് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ അന്ന് ആദില ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ആദില ഇടയ്ക്ക് വെച്ച് മാറി വീണ്ടും ഇപ്പൊ ഷാനവാസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് കൊള്ളാം എന്തായാലും ഈ വീട്ടിനകത്ത് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പൊ ലൈവിൽ 10:30 വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ ഈ പറയുന്ന പോലെ നോമിനേഷൻ ഉണ്ട്, പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് അർജുനും ആസിഫ് അലിയൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നാളത്തെ വീക്കിലി ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? ബോട്ടിൽ ഫാക്ടറി എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബോട്ടിൽ ഫാക്ടറി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.